ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് മുതിര. അപ്പം മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാവേ. അപ്പം മുതിര നന്നായിട്ട് കുതിർന്നു. ഇനി ഇത് നന്നായിട്ട് കഴുകി നമുക്ക് കുക്കറിനകത്തേക്ക് വയ്ക്കാം. ഓക്കെ, അപ്പം കുക്കറിൽ ഇട്ടു. ഇതിനകത്തിപ്പം ഉപ്പോ വെളുത്തുള്ളിയോ ഒന്നും ഇപ്പം ചേർക്കുന്നില്ല, എല്ലാം പിന്നെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളപ്പോൾ മുതിര വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ. അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, 3-4 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ജീരകം ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ട് വരാമേ. അരക്കുമല്ല, ചതച്ചെടുത്തിട്ട് വരണം. അപ്പം മുതിര തോരൻ വയ്ക്കാം. തീ കത്തിച്ചു, പാത്രം വെച്ചു. ഓക്കെ, ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ കത്തിച്ച് വയ്ക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ഒത്തിരി കൂടുതലൊന്നും അല്ല, ഞാൻ കുറച്ച് എണ്ണയും ആവുന്നുള്ളൂ. കുറച്ച് എണ്ണ അതിനകത്തൊന്ന് വീഴുന്നുള്ളൂ. അപ്പം ഒത്തിരി എണ്ണയാണെന്ന് വിചാരിക്കേണ്ട, കുറച്ച് എണ്ണയുള്ളൂ. പിന്നെ ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് കടുകിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കടുകും കൊച്ചുള്ളി ഇല്ലായിരുന്നു. അപ്പം കുറച്ച് സവാളയും 2-3 വറ്റൽ മുളകും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ ഇടാം. അപ്പോൾ എണ്ണ നല്ലവണ്ണം തിളച്ചു. പിന്നെ ആവശ്യത്തിനുള്ള കടുകും കൂടി ഇട്ട് കൊടുത്തു. അപ്പം ഞാനാണെങ്കിൽ കടുക് ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തവി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവിടെ പിന്നെ കലാകൊലപാതകം നടന്നു. അവിടെ പൊട്ടിത്തെറിയായിരുന്നു. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞു. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ വറ്റൽമുളകും കൂടി ഇടാം. ഇവിടെ കൊച്ചുള്ളി ഇല്ലാത്തോണ്ട് സവാള എടുത്തത്. അപ്പോൾ കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. അപ്പോൾ അത് രണ്ടും കൂടെ മൂപ്പിച്ചെടുക്കാം. അങ്ങനെ സവാളയും വറ്റൽമുളകും ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. കറി ലീവ്സ് ഇടാം, ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇട്ടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒന്ന് പെട്ടെന്നൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു ഡിസ്ക്ലെയിമർ പോലെ ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ്. ഇതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് വെക്കാൻ അറിയും, പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും അതൊക്കെ ചതച്ച് വെച്ചത് ചേർത്തിട്ടുണ്ട്. ഞാൻ ഏത് ഫുഡ് കുക്ക് ചെയ്യുമ്പോഴും കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ്, ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഒക്കെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ആ ചതച്ച് വെച്ച തേങ്ങ ചതച്ച ആ ജാറിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഒഴിച്ചത്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചപ്പോഴത്തേക്ക് അപ്പോൾ നന്നായിട്ട് തേങ്ങയുടെ ഒക്കെ പച്ച മണം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേവിച്ച് വെച്ച മുതിര ഇട്ട് കൊടുത്തു. മുതിര ഞാൻ വേവിക്കാൻ നേരത്ത് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തില്ല. ഞാൻ ചതച്ചതിൻ്റെ അകത്താണ് വെളുത്തുള്ളിയൊക്കെ ചേർത്തത്. ഈ കറി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ്, തോരൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയതാണ്. ഞാൻ ഈ തേങ്ങയും കൂടെ ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെന്താ വെള്ള കളർ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓർത്തതയ്യോ മഞ്ഞൾപ്പൊടി ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തു. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഞാനൊന്ന് ആവിക്കകത്ത് ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട്, നല്ല ടേസ്റ്റ് നല്ല മണമാണ്. അപ്പം ഞാനതൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്തു. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുതിരത്തോരൻ്റെ കൂടെ എന്താണെന്നറിയാമോ? കഞ്ഞിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ കഞ്ഞിക്കകത്ത് കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ഇട്ടു. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ കഞ്ഞിക്കകത്ത് കുറച്ച് വെള്ളവും കൂടെ ഞാൻ കഞ്ഞി കുടിക്കാൻ നേരത്തേക്ക് ആഡ് ചെയ്തു. പിന്നെ തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ മുതിരത്തോരൻ റെഡിയായി. യമ്മി മുതിരത്തോരനായിരുന്നു. ഞാൻ വെച്ചോണ്ട് പറയല്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.